സർജറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ അനസ്തേഷ്യ കൊടുക്കുമല്ലോ. യഥാർത്ഥത്തിൽ ബോധമില്ലാത്ത സമയത്ത് നമസ്കാരം ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സർജറിക്ക് ഒരു രോഗിയെ പ്രവേശിക്കുന്നത് ഒരു ളുഹറിൻ്റെ സമയത്താണെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ളുഹറും അസറും ജമാക്കി നമസ്കരിച്ച് സർജറിക്ക് തയ്യാറായി കയറാം. പക്ഷേ ഈ അനസ്തേഷ്യയുടെ ആ ആഘാതം അല്ലെങ്കിൽ ആ ബോധം തിരിച്ചു വരാനുള്ള സമയം കുറച്ച് അല്പം ദീർഘിച്ചു പോയാൽ ആ സമയത്ത് വാസ്തവത്തിൽ ഇയാൾക്ക് ബോധം ഇല്ലല്ലോ. ആ സമയത്ത് നമസ്കാരത്തിൻ്റെ വിധി എന്താണെന്നാണ് ചോദ്യം. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്താ വെച്ചാൽ അനസ്തേഷ്യ കൊടുക്കുക, ധരിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അനസ്തേഷ്യയിലാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് നമ്മുടെ ഇഖ്തിയാർ എന്ന് പറയും. അത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നെ അനസ്തേഷ്യ ചെയ്ത് ഓപ്പറേഷൻ നടത്തണോ വേണ്ടേ എന്നൊക്കെയുള്ള നിലക്ക്. മറ്റേതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ബുദ്ധി ഇല്ലാതായി പോവുക, ബുദ്ധിഭ്രമം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തിൽപ്പെട്ടതല്ല, നിയന്ത്രണത്തിൽപ്പെട്ടതല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതിന് രണ്ടിനുമുണ്ട്. അതായത് അനസ്തേഷ്യക്ക് നമ്മുടെ നിയന്ത്രണത്തിലാണ് ഡോക്ടർക്ക് അറിയാം. അതായത് അനസ്തേഷ്യ ചെയ്യുന്ന ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര ഡോസ് കൊടുത്താൽ ഏത് സമയത്ത് ഉണരുമെന്നതാണ് കാര്യമായിട്ട്. അതാണല്ലോ അതിലുള്ളത്. ഏത് സമയത്ത് ഉണരും എന്ന് പറയാൻ കഴിയാന്നുള്ളതാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഒരിക്കൽ ഞാൻ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ കൊടുക്കാൻ ആർക്കും കൊടുക്കുക, പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ എപ്പോൾ ഉണരുമെന്ന് പറയാൻ കഴിയണം, അതാണ് ഞങ്ങളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏത് സമയത്ത് ഉണരും എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഒന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് നിസ്കാരം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ എന്താക്കാവുന്നതാണ്, സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമത്തത് ഉണരുന്നത് ആക്കാൻ പറ്റിയ സമയത്താണ് എങ്കിൽ സ്വാഭാവികമായിട്ട് എന്താക്കാം, അത് ആക്കി നിസ്കരിക്കാവുന്നതാണ്. അവിടെയൊക്കെ അദ്ദേഹത്തിന് ഉദറുണ്ട്, മതം നൽകുന്ന ഉദറുണ്ട്. അതാത് നിസ്കാരത്തിൻ്റെ സമയത്തിന് നിസ്കരിക്കണം എന്നില്ല. ഏത് സമയത്താണോ ഉണർന്നത് ആ സമയത്ത് എന്താക്കാം, ആക്കാൻ പറ്റിയ സമയമാണ് ആക്കി നിസ്കരിക്കാം. ഇനി ജംഇൻ്റെയും സമയം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഉണരുന്നത് എങ്കിൽ അവിടെയും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഉറക്കത്തിൽപ്പെട്ട് എണീക്കുമ്പോൾ എപ്പോഴാണോ എണീറ്റത് ആ സമയത്ത് നിസ്കരിക്കുക എന്നുള്ള നിലയ്ക്ക് നിസ്കരിക്കാവുന്നതാണ്. ഇതാണ് അതിൽ ഖിലാഫുകൾ വീണ്ടും നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ആ പറഞ്ഞ രീതികളിൽ ഈ പറഞ്ഞ രീതിയാണ് കൂടുതൽ ശരിയായിക്കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാഹു അഅലം.